ഫ്രണ്ട്സ്, ഐ എം അല്ലു സച്ചൂസ്. ഞാനിവിടെ പറയാൻ പോകുന്ന പ്രണയം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ പറയാൻ പോകുന്ന വിഷയം പ്രണയം എന്നൊന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രണയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്യാണത്തിന് ശേഷവും പ്രണയിക്കും, കോളേജ് ടൈമിലും പ്രണയിക്കും, സ്കൂൾ ടൈമിലും പ്രണയിക്കും. എല്ലാം നമുക്ക് ആ ഒരു ടൈം, പ്രണയമെന്ന് പറഞ്ഞ ഒരു ടൈമിന് നമുക്ക് ഏജില്ലെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പ്രണയിക്കുന്ന ആൾക്കാർ ഒന്നെങ്കിൽ തുറന്നു പറയാനുള്ള മടി, അതുമല്ലെങ്കിൽ നമ്മൾ പ്രണയം പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്നത്തെ കാലത്ത് നോക്കി നിൽക്കുന്നത്. അപ്പം ആദ്യമേ നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ വഴിയാണ് ഒരാളെ പ്രണയിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആദ്യമേ അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഫ്രണ്ട്ഷിപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ അത് ഒരു 2-3 ആഴ്ച നിങ്ങൾ കൊണ്ടുപോയതിന് ശേഷം വീണ്ടും നിങ്ങൾ എന്തുകൊണ്ടാണ്, ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലാണ് ഓരോ ആൾക്കാരെയും ഇഷ്ടപ്പെടുന്നത്. അപ്പം ഒന്നെങ്കിൽ കഴിവ്, അല്ലെങ്കിൽ സൗന്ദര്യം, അതും അല്ലെങ്കിൽ മനസ്സുകൊണ്ട്, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടാണ് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത്. അപ്പം ആ ഇഷ്ടപ്പെടുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ അവരോട് തുറന്ന് പറയുക. അതായത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അതിന് ശേഷം മാത്രമേ തുറന്ന് പറയാവുള്ളൂ. ഓടിച്ചാടി ചെന്ന് ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇഷ്ടമാണ് എന്നുള്ളത് തുറന്ന് പറയരുത്, ദയവ് ചെയ്ത്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഒറ്റയടിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ അവരുടെ റീപ്ലൈ കിട്ടാനായിട്ട് നിങ്ങൾ അവരെ ശല്യം ചെയ്യുകയും ചെയ്യരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമെടുത്ത് നിങ്ങൾ ചെയ്യെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ മറ്റൊന്നും നിങ്ങൾ നോക്കണ്ട. അപ്പം നിങ്ങൾ ആദ്യമേ ഫ്രണ്ട്സ് ആകുക. ഫ്രണ്ട്സ് ആയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയുക. ഇഷ്ടമാണെന്നുള്ളത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഫോൺ നമ്പർ നിങ്ങൾ കൊടുത്തതിന് ശേഷം നിങ്ങൾ പഴയതുപോലെ ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ ഇരിക്കുക. പക്ഷേങ്കിൽ വലിയ കൂടുതൽ നിങ്ങൾ അടുപ്പത്തിന് പോകാതിരിക്കുക. അതിന് ശേഷം രാവിലെ ഗുഡ് മോർണിംഗ്, വൈകിട്ട് ഗുഡ് നൈറ്റ്, അതിലേക്ക് കഴിച്ചോ. അതായത് നിങ്ങളുടെ പ്രസൻസ് നിങ്ങൾ കൂടുതലും അവരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾ മൂഡ് ഓഫ് ആയിട്ടിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ സബ്ജക്റ്റായി വിട്ടതിന് ശേഷം നിങ്ങൾ 1-2 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങളോട് വീണ്ടും അവർ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷം എല്ലാവരും കാണിക്കുന്ന ഒരു സ്വഭാവമാണ്, ഒന്നല്ലെങ്കിൽ 2 ദിവസം ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷം സെക്സ് ചാറ്റ്. അത് ദയവ് ചെയ്ത് നിങ്ങൾ ഒഴിവാക്കുക. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് അത് ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല. അപ്പോൾ ഒന്നെങ്കിൽ കല്യാണം കഴിച്ച ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരായിരിക്കും. ഒരു പക്ഷേങ്കിൽ എല്ലാവർക്കും ഒരു മടിയുള്ള കാര്യമാണ്. എന്നാൽ കുറേ ആൾക്കാർക്ക് അതിനോട് താല്പര്യമുള്ള ആൾക്കാരാണ്. എങ്കിലും ആ വികാരങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. ദയവ് ചെയ്ത് പെട്ടെന്ന് നിങ്ങൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അവർ ബ്ലോക്ക് ഇട്ടേച്ച് പോകും. അതിനുശേഷം നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് നിങ്ങളൊന്ന് അവരെ ചുമ്മാ മീറ്റ് ചെയ്യാനായിട്ടല്ല ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഒരു ചെറിയൊരു എമൗണ്ടിനുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങൾ അവരുടെ കൈകളിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾ പരസ്പരം കൊടുക്കണം. പ്രത്യേകിച്ച് ഈ പൊതുവെ എല്ലാ ആണുങ്ങളും പറഞ്ഞ പെണ്ണുങ്ങൾ പൈസയ്ക്ക് വേണ്ടിയാണ് ആണുങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്നാണ്. അത് ഒരു പകുതി ആൾക്കാരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാലും പകുതി ആൾക്കാർ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും കിട്ടണേ എന്ന് മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പാർട്ട്ണർ മേടിച്ചു തരുന്നത് അത് നിങ്ങൾ സ്വന്തമെന്ന് കരുതി നിങ്ങൾ യൂസ്ഫുൾ ആക്കുക. അതുപോലെ തന്നെ ആണുങ്ങളോട് ഞാൻ പറയുന്നത്, ഒരു ഷേപ്പിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉപയോഗത്തിനോ മാത്രം നിങ്ങൾ ഒരു പെണ്ണിനെ സ്നേഹിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് നിങ്ങളിൽ നിന്ന് അകലാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങളിങ്ങനെ റിലേഷൻ മുന്നോട്ട് നല്ല രീതിയിൽ പോയതിന് ശേഷം നിങ്ങൾ വീണ്ടും ആ റിലേഷൻ നിങ്ങളുടെ ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ അവരോട് തുറന്ന് പറയുക. എന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ മനസ്സിലെ സങ്കല്പങ്ങൾ എന്താണെന്നുള്ളതും അവരുടെ മനസ്സെന്താണെന്നുള്ളതും നിങ്ങൾ തിരിച്ചറിയുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ റിലേഷൻ മുന്നോട്ട് പോകുമ്പോഴത്തേനും ഒരു വെയിറ്റിംഗ്. അതായത് നമ്മൾ ഒരാളെ ഫോൺ വിളിച്ചു, ഇപ്പം നമ്മൾ ആ വ്യക്തിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കോൾ വെയിറ്റിങ്ങിൽ, അല്ലെങ്കിൽ അവർ ഓൺലൈനിലുണ്ട്, എന്നെ കണ്ടു മിണ്ടുന്നില്ല എന്നൊക്കെ ഉള്ളൊരു നമുക്ക് അവരെ ഒരു സംശയാസ്പദ രീതിയിൽ നിങ്ങൾ ദയവ് ചെയ്ത് കാണാതെ ഇരിക്കുക. എല്ലാ മനുഷ്യർക്കും തൊഴിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ അവർക്ക് അവർക്കും കൂടി നിങ്ങളുമായിട്ട് എന്തായാലും അവർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളെ റിലേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ പേടിയുള്ള ആൾക്കാരുടെ ഞാൻ പറയുന്നത് ഇത് മാത്രമാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഫ്രണ്ട്സ് ആകുക. ഫ്രണ്ട്സ് ആയതിനു ശേഷം നിങ്ങൾ തുറന്ന് പറയുക. ഇല്ലെന്ന് ഉള്ളത് അവർ തുറന്നടിച്ച് പറയും. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്.
അതിനുശേഷം ഒന്നും പറയുന്നില്ല എങ്കിൽ ഒരു 40% നിങ്ങൾക്ക് ഒപ്പമുണ്ട്. എന്തായാലും നിങ്ങൾ കുറച്ച് ടൈം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ റിലേഷനകത്ത് പിന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ചാണ് ഓരോ ആൾക്കാരെയും ഇഷ്ടപ്പെടുന്നത്. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലവൻ്റെ ഭാര്യയൊക്കെ പ്രേമിച്ചിട്ട് കുടുംബകലഹം ഉണ്ടാക്കണം ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേർക്കും മ്യൂച്വലായിട്ട് അതായത് ഒരുപോലെ ഇഷ്ടമെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഇതായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലമാണ് ഒരുപാട് കേസുകൾ അങ്ങനെ വരുന്നുണ്ട്. എങ്കിലും നിങ്ങൾ അവരോട് നിങ്ങളുടെ ഇഷ്ടം തുറന്ന് പറയുക. അതേ എനിക്ക് പറയാനായിട്ട് ഉള്ളൂ.